ഹായ് ഗേസ്, നമുക്കൊരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. പിഗ്മെന്റേഷൻ വരും, റിങ്കിൾസ് വരും, സ്കിന്ന് സാഗ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് നല്ല ഏജ് തോന്നിക്കും, അല്ലെ? അപ്പൊ ഇതൊക്കെ കുറക്കാൻ വേണ്ടി നമുക്ക് കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ കെമിക്കൽ പീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ കുറയും. അതുപോലെ കാർബൺ പീൽ ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ കുറയും. പിന്നെ നമുക്കൊരു സ്കിന്നൊരു റിങ്കിൾസിനും സ്കിൻ സാഗ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഓരോ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഹൈഫു അങ്ങനെ പിന്നെ PRP, GFC, വാമ്പയർ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. സ്കിൻ ആന്റി ഏജിങ്ങിനും പിന്നെ പോസിനും ഒരു കളർ കിട്ടാനൊക്കെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് വാമ്പയർ ഫേഷ്യൽ. അതുപോലെ ഇഞ്ചക്ഷൻ ഗ്ലൂട്ടത്തയോണ് നമ്മളെ ഒരു ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്, നല്ലൊരു ഗ്ലോ കിട്ടാനും നമുക്ക് ഏജ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യാനൊക്കെ. നമുക്ക് ഇപ്പം ഏജ് കൂടുതൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, അനക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഞാൻ ആരോടും എന്റെ ഏജ് പറയൂല, അത് ചോദിക്കുകയും വേണ്ട. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നമ്മളെ സ്കിന്നിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വയസ്സായി പോകും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സുന്ദരി ആവണമെന്നുണ്ടെങ്കിൽ, സുന്ദരിയോ സുന്ദരനോ ആവണമെന്നുണ്ടെങ്കിൽ ഏജ് കുറഞ്ഞ് നല്ലൊരു 40 വയസ്സാണെങ്കിൽ ഒരു 30 വയസ്സ് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ, 50 വയസ്സാണെങ്കിൽ ഒരു 40 വയസ്സ് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ ബെൽബീസ് ഒഫീഷ്യൽ കോസ്മെറ്റിക് സെന്ററിലേക്ക് വരിക. നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഡോക്ടറുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.